ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഹെൽത്ത് ആൻഡ് ഫുഡാണ്. എന്താണ്? ആരോഗ്യവും ഭക്ഷണവും അല്ലേ. വൈ ഷുഡ് വി ഇൻക്ലൂഡ് ഫുഡ്സ് ഫ്രം ഡിഫറെന്റ് കാറ്റഗറീസ് ഇൻ അവർ ഡയറ്റ്? അതായത് നമ്മളുടെ ഭക്ഷണക്രമത്തിൽ എന്തുകൊണ്ടാണ് വ്യത്യസ്ത വിഭാഗങ്ങളിലുള്ള ഫുഡ്സ് ഉൾപ്പെടുത്തണം എന്ന് പറയുന്നത് എന്നാണ്. ഡിസ്കസ് വിത്ത് യുവർ ഫ്രണ്ട്സ്, അതായത് നിങ്ങളുടെ കൂട്ടുകാരുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. അതായത് നമ്മൾ സെറിയൽസും അതുപോലെ തന്നെ പൾസസ്, വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, ലീഫി വെജിറ്റബിൾസ്, മിൽക്ക് പ്രൊഡക്ട്സ് അതൊക്കെ നമ്മൾ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം എന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചിരിക്കുകയാണ് കേട്ടോ. എന്താന്ന് വെച്ചാൽ ഫസ്റ്റ് പോയിന്റ്, ഹെൽപ്സ് പ്രോപ്പർ ഗ്രോത്ത്, അതായത് ശരിയായ വളർച്ചയെ സഹായിക്കാൻ. ഹെൽപ്സ് ടു പ്രിവെന്റ് ഡിസീസസ്, രോഗങ്ങൾ തടയുന്നതിന് സഹായിക്കാനും. അതുപോലെ തന്നെ ഹെൽപ്സ് ഗിവിംഗ് സ്ട്രെങ്ത് ടു ഡു വർക്ക്, ജോലി ചെയ്യാനുള്ള ശക്തി തരാൻ സഹായിക്കുന്നു കേട്ടോ. ഇത് കാരണങ്ങളാലാണ് നമ്മൾ നമ്മുടെ ഡയറ്റിൽ ഡിഫറെന്റ് കാറ്റഗറീസ് ഓഫ് ഫുഡ് ഐറ്റംസ് ഉൾപ്പെടുത്തണം എന്ന് പറയുന്നത്. എന്തൊക്കെയാണ്? ഹെൽപ്സ് പ്രോപ്പർ ഗ്രോത്ത്, ഹെൽപ്സ് ടു പ്രിവെന്റ് ഡിസീസസ്, ഹെൽപ്സ് ഗിവിംഗ് സ്ട്രെങ്ത് ടു ഡു വർക്ക്. ലെറ്റ്സ് ഡ്രോ ദ പാത്ത് ഫ്രം ഫുഡ് ഐറ്റംസ് ത്രൂ ദ ബലൂൺ യാൺ. യു ക്യാൻ റീച്ച് ദ ബലൂൺ ലിസ്റ്റഡ് വിത്ത് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഓഫ് ദോസ് ഫുഡ്സ്. ഇവിടെ കണ്ടോ, നമുക്ക് കുറച്ച് ഫുഡ് ഐറ്റംസ് തന്നിട്ടുണ്ട്. അത് കണ്ടോ, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, പൾസസ്, മിൽക്ക്, മീറ്റ്, എഗ്, ഫിഷ്, സെറിയൽസ്, ട്യൂബേഴ്സ്, ഇങ്ങനെ 3 ബാസ്ക്കറ്റിലായിട്ട് ഫുഡ് ഐറ്റംസ് വെച്ചിട്ടുണ്ട് അല്ലേ. എന്ത് ചെയ്യാനാ പറഞ്ഞിരിക്കുന്നത്? ഈ ഫുഡ് ഐറ്റംസിൽ നിന്ന് ബലൂണിന്റെ നൂലില്ലേ അതിലൂടെ വരയ്ക്കാൻ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ, വഴി വരയ്ക്കാൻ പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് കണ്ടോ, ഓരോ ഫുഡ് ഐറ്റംസിന്റെ ബെനിഫിറ്റും ആ ബലൂണിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഓരോ ഫുഡ് ഐറ്റംസിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഹെൽത്ത് ബെനിഫിറ്റ്സ്, ആരോഗ്യ ഗുണങ്ങൾ എന്തൊക്കെയാ എന്നുള്ളത് നമുക്ക് കണ്ടെത്താൻ കഴിയും. ഫ്രൂട്ട്സും വെജിറ്റബിൾസും കേക്കിനെയും കൊണ്ടുള്ള ഗുണം എന്താണ്? ഇറ്റ് ഹെൽപ്സ് ടു പ്രിവെന്റ് ഡിസീസസ്. വരച്ചു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയും. ദെൻ നെക്സ്റ്റ്, പൾസസ്, മിൽക്ക്, മീറ്റ്, എഗ്, ഫിഷ്, എന്താണ് അതിന്റെ ഗുണം? ഹെൽപ്സ് പ്രോപ്പർ ഗ്രോത്ത്. സെറിയൽസ്, ട്യൂബേഴ്സ്, ഹെൽപ്സ് ഗിവിംഗ് സ്ട്രെങ്ത് ടു ഡു വർക്ക്. അപ്പൊ എന്താണ്? ഫ്രൂട്ട്സും വെജിറ്റബിൾസും കേക്കിനെയും കൊണ്ട് നമുക്ക് നമ്മുടെ രോഗങ്ങൾ തടയാൻ സഹായിക്കുന്നു അല്ലേ. ഹെൽപ്സ് ടു പ്രിവെന്റ് ഡിസീസസ്. പൾസസ്, മിൽക്ക്, മീറ്റ്, എഗ്, ഫിഷ് കഴിക്കുന്നത് കൊണ്ട് എന്താണ് ഗുണം? ഹെൽപ്സ് പ്രോപ്പർ ഗ്രോത്ത് ആണ് കേട്ടോ, ശരിയായ വളർച്ചയെ സഹായിക്കുന്നു. സെറിയൽസ്, ട്യൂബേഴ്സ് എന്താണ്? ഹെൽപ്സ് ഗിവിംഗ് സ്ട്രെങ്ത് ടു ഡു വർക്ക്, നമുക്ക് ജോലികൾ ചെയ്യാനുള്ള ശക്തി തരുന്നു. എന്താ പറഞ്ഞിരിക്കുന്നത്? ലെറ്റ്സ് റൈറ്റ് ദ ഇൻഫോർമേഷൻ വി ഹാവ് ഗ്യാതേർഡ്. നമ്മൾ കളക്ട് ചെയ്ത ഇൻഫോർമേഷൻസ് ഇവിടെ എഴുതാൻ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. ഫുഡ് ഐറ്റംസും ബെനിഫിറ്റ്സ് വി ഗെറ്റ് ഫ്രം ദം നമുക്ക് കാണിച്ചിട്ടുണ്ട് ടേബിൾ ആയിട്ട്. സെറിയൽസ് കഴിച്ചു കഴിഞ്ഞാൽ എന്താണ് ഗുണം? ഹെൽപ്സ് ഗിവിംഗ് സ്ട്രെങ്ത് ടു ഡു വർക്ക്. ട്യൂബേഴ്സും അത് തന്നെയാണ് അല്ലേ, ഹെൽപ്സ് ഗിവിംഗ് സ്ട്രെങ്ത് ടു ഡു വർക്ക്. വെജിറ്റബിൾസും ഫ്രൂട്ട്സും എന്താണ്? ഹെൽപ്സ് ടു പ്രിവെന്റ് ഡിസീസസ്. പൾസസ്, മിൽക്ക്, മീറ്റ്, എഗ്, ഫിഷ് ഇതെല്ലാം എന്താണ്? ഹെൽപ്സ് പ്രോപ്പർ ഗ്രോത്ത് അല്ലേ. എല്ലാത്തിലും അത് തന്നെ എഴുതുക കേട്ടോ. ഇനി എന്താ അവിടെ പറഞ്ഞിരിക്കുന്നത്? ഈറ്റിംഗ് എ വെറൈറ്റി ഓഫ് ഫുഡ് ഐറ്റംസ് ഈസ് നെസസറി ഫോർ ദ ഹെൽത്ത് ആൻഡ് ഗ്രോത്ത് ഓഫ് അവർ ബോഡീസ്. അതായത് നമ്മൾ വ്യത്യസ്ത രീതിയിലുള്ള ഫുഡ് ഐറ്റംസ് നമ്മളുടെ ശരീര വളർച്ചയ്ക്കും അതുപോലെ തന്നെ നമ്മുടെ ആരോഗ്യത്തിനും അത്യാവശ്യമാണ് എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഡോണ്ട് യു ആൾസോ ഈറ്റ് ഫുഡ്സ് ഫ്രൈഡ് ഇൻ ഓയിൽ? അതായത് എണ്ണയിൽ ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങളും നിങ്ങൾ കഴിക്കാറില്ലേ എന്ന് ചോദിച്ചിരിക്കുകയാണ് കേട്ടോ. വാട്ട് ആർ ദേ? ഏതൊക്കെയാണ് അത്? പരിപ്പ് വട, ഉഴുന്നുവട, പഴംപൊരി, സമൂസ, ചിക്കൻ 65, ഒക്ര ഫ്രൈ, കുഴപ്പം, അരിമുറുക്ക്, ഉള്ളിവട, മിക്സ്ചർ, ഇതൊക്കെ എണ്ണയിൽ വറുത്തെടുക്കുന്നതാണ് അല്ലേ. ലിസൺ ടു വാട്ട് ദ ഡോക്ടർ സേസ്. ഡോക്ടർ എന്താ പറയുന്നത് എന്ന് ശ്രദ്ധിക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഫാറ്റ് ഫ്രം എഡിബിൾ ഓയിൽസ് ഗിവ്സ് us എനർജി ടു വർക്ക്. അതായത് എഡിബിൾ ഓയിൽസ് എന്ന് പറഞ്ഞാൽ ഭക്ഷ്യ എണ്ണ കേട്ടോ, ഭക്ഷണം ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന എണ്ണയില്ലേ, അതിന് നമ്മൾ എഡിബിൾ ഓയിൽസ് എന്ന് പറയാം. അതിൽ നിന്ന് കിട്ടുന്ന കൊഴുപ്പ് ജോലി ചെയ്യാനുള്ള ഊർജം തരുന്നു. ബട്ട് എക്സസീവ് യൂസ് ഓഫ് ദീസ് ഓയിൽസ് വിൽ ഇൻക്രീസ് ബോഡി ഫാറ്റ്. പക്ഷെ ഇതിന്റെ അമിത ഉപയോഗം നമ്മളുടെ ശരീര കൊഴുപ്പ് വർദ്ധിപ്പിക്കുന്നു. ദീസ് മേ ലീഡ് ടു വേരിയസ് ഡിസീസസ്. ഇത് പലതരം രോഗങ്ങൾക്കും ഇടയാക്കുന്നു. Therefore, eating fried food products should be reduced as much as possible. അതുകൊണ്ട് നമ്മൾ ഈ ഫ്രൈഡ് ആയിട്ടുള്ള ഫുഡ് പ്രൊഡക്ട്സ് കഴിക്കുന്നത് പരമാവധി കുറയ്ക്കണം എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഡ്രിങ്കിങ് വാട്ടർ. ഹൗ മെനി ഗ്ലാസസ് ഓഫ് വാട്ടർ ഡു യു ഡ്രിങ്ക് എ ഡേ? ഒരു ദിവസം നിങ്ങൾ എത്ര ഗ്ലാസ് വെള്ളം കുടിക്കും എന്ന് ചോദിച്ചിരിക്കുകയാണ് കേട്ടോ. ചിൽഡ്രൻ ഓഫ് യുവർ ഏജ് ഷുഡ് ഡ്രിങ്ക് 6 to 8 glasses of water a day. ഒരു ദിവസം നിങ്ങളുടെ പ്രായമുള്ള കുട്ടികൾ ഒരു ദിവസം എത്ര ഗ്ലാസ് വെള്ളം കുടിക്കണം എന്നാ പറഞ്ഞിരിക്കുന്നത്? 6 to 8 glasses of water കുടിക്കണം. This may change depending on the physical activities we do.
എന്താണ് നമ്മൾ ചെയ്യുന്ന ശാരീരിക പ്രവർത്തനങ്ങളെ ആശ്രയിച്ച് ഇത് മാറിയേക്കാം. ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഷുഡ് ആൾസോ ബി ഇൻക്ലൂഡഡ് ഇൻ ദ ഡയറ്റ്. നമ്മളുടെ ഭക്ഷണക്രമത്തിൽ എന്താണ് പച്ചക്കറികളും അതുപോലെ തന്നെ പഴവർഗ്ഗങ്ങളും നമ്മൾ ഉൾപ്പെടുത്തണം. ക്വാളിറ്റി ഫുഡ് ആൻഡ് പ്രോപ്പർ ഫുഡ് ഹാബിറ്റ്സ് ആർ നെസസറി ഫോർ എ ഹെൽത്തി ലൈഫ്. അതായത് ആരോഗ്യകരമായ ജീവിതത്തിന് ഗുണനിലവാരമുള്ള ഭക്ഷണവും അതുപോലെ തന്നെ ഭക്ഷണശീലങ്ങളും ശരിയായ ഭക്ഷണശീലങ്ങളും അത്യാവശ്യമാണ് എന്ന് പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. ലീസ്റ്റ് ദ ഫുഡ് ഐറ്റംസ് യു ഹാഡ് ഓൺ ഈച്ച് ഡേ ഓഫ് എ പാസ്റ്റ് വീക്ക് ഇൻ ദ ടേബിൾ ബിലോ. അനലൈസ് ദ ചാർട്ട് ആൻഡ് ഫൈൻഡ് ഔട്ട് ദ ചേഞ്ചസ് നീഡഡ് ഇൻ യുവർ ഡയറ്റ്. അതായത് നിങ്ങൾ തന്ന ചോട്ടിൽ തന്ന ടേബിളിൽ അതിൽ നിങ്ങൾ കഴിഞ്ഞ ആഴ്ച ഓരോ ദിവസവും കഴിച്ച ഫുഡ് ഐറ്റംസ് ലിസ്റ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. ഈ ചാർട്ട് ഒന്ന് നിങ്ങൾ വിലയിരുത്തിയിട്ട് നിങ്ങളുടെ ഭക്ഷണക്രമത്തിൽ വരുത്തേണ്ട മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ടെത്താൻ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. മൈ ഹെൽത്ത് കാർഡ് എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. പേര് എഴുതുക, നെയിം, ക്ലാസ്, ഡിവിഷന്, വെയിറ്റ്, ഹൈറ്റ് ഒക്കെ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ചയിൽ നിങ്ങൾ സെറിയൽസും ട്യൂബേഴ്സും അതിൽ ഏതൊക്കെയാണ് കഴിച്ചത്, ഏത് ദിവസമാണ് കഴിച്ചത് എന്ന് നിങ്ങളൊന്ന് അവിടെ എഴുതുക. അതുപോലെ തന്നെ പൾസസ്, പിന്നെ മിൽക്ക്, ഫിഷ്, എഗ്ഗ്, മീറ്റ് അതും നിങ്ങൾ എഴുതുക. ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ കൺസ്യൂംഡ്, നിങ്ങൾ ഉപയോഗിച്ച വെള്ളത്തിന്റെ അളവ് കേട്ടോ. എത്ര വെള്ളം കുടിച്ചു ഒരു ദിവസത്തിൽ, ആദ്യത്തെ ദിവസം എത്ര വെള്ളം കുടിച്ചു, രണ്ടാമത്തെ ദിവസം എത്രയാണ്, അങ്ങനെ 7 ദിവസം കുടിച്ച വെള്ളത്തിന്റെ അളവ് എഴുതുക. വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഓരോ ദിവസം വെജിറ്റബിൾസും ഫ്രൂട്ട്സും കഴിച്ചിട്ടുണ്ടെങ്കിൽ അതും എഴുതുക. അത് നിങ്ങൾ ചെയ്യേണ്ട ഒരു വർക്കാണ്. ഇനി എന്താ ഇവിടെ കൊടുത്തിരിക്കുന്നത്, വാഷ് ഹാൻഡ്സ് ആൻഡ് ഫേസ് thoroughly ബിഫോർ ആൻഡ് ആഫ്റ്റർ ഹാവിങ് ഫുഡ്. അതായത് ഭക്ഷണത്തിന് മുൻപും അതുപോലെ തന്നെ ശേഷവും കൈയും മുഖവും നന്നായിട്ട് കഴുകി എന്ന് തന്നിട്ടുണ്ട് കേട്ടോ. യെസ് ഓർ നോ എന്ന് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ചെയ്യാറുണ്ടല്ലോ, അപ്പോൾ യെസിന്റെ അവിടെ ടിക്ക് ഇടുക. പ്ലേഡ് വേരിയസ് ഗെയിംസ് വിത്ത് ആക്റ്റീവ് ഫിസിക്കൽ ഇൻവോൾവ്മെന്റ്. സജീവമായ ശാരീരിക ഇടപെടലിലൂടെ നമ്മൾ വിവിധ കളികൾ കളിച്ചു എന്നുണ്ടെങ്കിൽ അവിടെ ടിക്ക് ഇടുക. ഡിഡ് ആക്ടിവിറ്റീസ് ലൈക്ക് പ്ലാന്റിങ് ആൻഡ് വാട്ടറിങ് വെജിറ്റബിൾസ്. ചെടികൾ നടുക അതുപോലെ തന്നെ നനയ്ക്കുക എന്നുള്ള ആക്ടിവിറ്റീസിലൊക്കെ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവിടെ ടിക്ക് ഇടുക കേട്ടോ. ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം.